നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് ഇന്ന് തന്നെ ഞാൻ മെയിൽ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു. എന്താ മരിയ? മാഡം, നമ്മുടെ പരാതിപ്പെട്ടികളുടെ കത്തുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നതാ ഒരു പെൺകുട്ടി കളക്ടർക്ക് എഴുതിയിരിക്കുന്ന കത്ത്. ഇതാ മാഡം. ഞാനൊന്ന് വായിച്ചു നോക്കി. കുട്ടിയുടെ അവസ്ഥ അതിൽ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോ നമുക്ക് സഹായിക്കാൻ പറ്റിയാലോ എന്നൊരു തോന്നല്. ബഹുമാനപ്പെട്ട കളക്ടർക്ക്, എന്റെ പേര് അശ്വതി എന്നാണ്. ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലെ 3 പെൺമക്കളിൽ മൂത്തവളാണ്. ഉയർന്ന മാർക്കോടെയാണ് +2 പാസ്സായത്. അച്ഛനില്ലാത്ത ഞങ്ങളെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അമ്മ പഠിപ്പിക്കുന്നത്. മനസ്സിൽ എപ്പോഴോ തോന്നിയ ഒരാഗ്രഹമുണ്ട്, എനിക്കൊരു ഡോക്ടറാവണം. പാവങ്ങൾക്ക് വേണ്ടി ഒരു ആശുപത്രി നടത്തണം. പക്ഷെ അതെല്ലാം സ്വപ്നങ്ങൾ മാത്രമായി അവസാനിക്കാൻ പോവുകയാണ്. ഞാൻ നീറ്റ് എക്സാം എഴുതി. എൻട്രൻസിൽ എനിക്ക് പ്രവേശനം ഉറപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ പോലും എന്നെ പഠിപ്പിക്കാനുള്ള യാതൊരു മാർഗവും എന്റെ കുടുംബത്തിനില്ല. അങ്ങനെയാണ് ഒരു എഡ്യൂക്കേഷൻ ലോൺ തരപ്പെടുത്തുന്നതിന് വേണ്ടി ഞാനും അമ്മയും കൂടി ബാങ്കുകൾ തോറും കയറി ഇറങ്ങാൻ തുടങ്ങിയത്. എല്ലാ ബാങ്കുകളിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ പ്രതികരണം ഒരുപോലെയായിരുന്നു. മോള് പഠിക്കാൻ മിടുക്കിയാണല്ലേ? അതെ സാറേ, കൂലിപ്പണി അടുത്താ ഞാൻ ഇവളെ പഠിപ്പിക്കുന്നത്. ഡോക്ടർ പഠിത്തം എന്നൊക്കെ പറയുമ്പോഴേ അതിലൊതുങ്ങിയില്ലല്ലോ. അത് ശരിയാണ്. ഇത്തരം കുട്ടികൾക്കാണ് ഞങ്ങൾ വിദ്യാഭ്യാസ ലോൺ അനുവദിക്കുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഈ ലോൺ അനുവദിക്കുമ്പോൾ ഇതിന് ഈടുവയ്ക്കാൻ പ്രോപ്പർട്ടീസ് എന്തെങ്കിലും വേണം. അത് എന്ന് വെച്ചാൽ വസ്തുജാമ്യം വേണം. ഈടുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിന്റെ ഡീറ്റെയിൽസ് കൂടി ഹാജരാക്കണം. സോറി സർ, ഞങ്ങൾക്ക് അങ്ങനെ ഈട് വെക്കാൻ പാകത്തിന് പ്രോപ്പർട്ടീസ് ഒന്നും ഇല്ല. അയ്യോ, അപ്പൊ പിന്നെ നടക്കില്ല. നിങ്ങൾ വേറെന്തെങ്കിലും വഴി നോക്കുന്നതാണ് നല്ലത്. ഇതാ, ബാങ്കുകൾ മുഴുവൻ ഞങ്ങളുടെ ലോൺ നിരസിച്ചപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ തോന്നിയ ഒരു വഴി, ജില്ലാ കളക്ടർക്ക് ഒരു അപേക്ഷ കൊടുക്കാമെന്ന് കരുതി. ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഞാൻ കളക്ടർ ഓഫീസിന്റെ പടികൾ കയറിയത്. എന്തെങ്കിലും ഒരു നടപടി കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ കരുതി. പഠിക്കാനുള്ള മോഹം എഴുതി വെച്ച അപേക്ഷ ആ സാറിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ എല്ലാ ഈശ്വരന്മാരെയും ഞാൻ പ്രാർത്ഥിച്ചു. ആളെ പിടിക്കണല്ലോ. 98% മാർക്ക് കൊള്ളാം. ഇതിൽ മോള് പേടിക്കണ്ട. കളക്ടർ ഇടപെട്ടില്ലെങ്കിലും ഈ അപേക്ഷയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കി തരും. പോരെ? ഫോൺ നമ്പർ വെച്ചിട്ടുണ്ടല്ലോ. മോള് ധൈര്യമായിട്ട് പോയിക്കോ, ഞാൻ വിളിച്ചോളാം. ശരി. ആദ്യമുണ്ടായ സന്തോഷം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ പൊഴിഞ്ഞു വീണു. ഈ കുട്ടി ഇവിടെയും വന്ന് അപേക്ഷ നൽകിയിരുന്നു അല്ലേ?
വായിച്ചെടുത്തോളം അങ്ങനെ ഒന്ന് ചെയ്യാൻ സാധ്യതയുള്ള ഒരേ ഒരു ആളിവിടെ ഉത്തമൻ സാറാ മാഡം. ഞാനും അമ്മയും കൂടി കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല. ആരും സഹായിച്ചില്ല. ഒരു ഡോക്ടർ ആകണമെന്നുള്ള എന്റെ മോഹം അതിമോഹമാണെന്ന് ബന്ധുക്കൾ പഴിച്ചതുപോലെ പിന്നെ എന്റെ അമ്മയും എന്നെ പഴിച്ചു. പതുക്കെ പതുക്കെ എനിക്കും അത് തോന്നി തുടങ്ങി. സ്വപ്നം കാണാൻ പാടില്ലാത്ത ഉയരങ്ങളാണ് ഞാൻ സ്വപ്നം കാണുന്നതെന്ന്. എല്ലാ ശ്രമങ്ങളും അവസാനിക്കും മുമ്പേ എന്റെ മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു, ഒരു പരീക്ഷണം. പ്രതീക്ഷയുടെ എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ പരാതിപ്പെടാനും അപേക്ഷിക്കാനും ആരുമില്ല എന്ന അവസ്ഥയിൽ ഞാൻ ഒന്നിനു വേണ്ടിയും അല്ലാതെ എഴുതുന്ന ഒരു കത്താണിത്. പ്രത്യേകിച്ച് ഗുണമൊന്നും ഞാൻ ഈ കത്തുകൊണ്ട് പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഇത് ഞാൻ ഇവിടുത്തെ കളക്ടറുടെ പരാതി പെട്ടിയിൽ ഇടുകയാണ്. ആ കുട്ടിയുടെ അഡ്രസ് ആ കത്തിലുണ്ട് മാഡം. ഇത് മേഡം സൈൻ ചെയ്ത് തന്നാ ഇന്ന് തന്നെ തഹസിൽദാർക്ക് ഫോർവേഡ് ചെയ്യാം. മരിയ, ഈ കത്ത് എഴുതിയ അശ്വതിയെ നമുക്ക് ഇന്ന് തന്നെ കണ്ടെത്തണം. ഇപ്പൊ തന്നെ നമുക്ക് ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോവാം. ലതയോട് വരാൻ പറയും. ലത സാറ് ലീവല്ലേ മാഡം? ഓ, അത് ഞാൻ വിട്ടുപോയി. ലത ഇന്നേതോ ക്ഷേത്രത്തിൽ പോകുന്നു പറഞ്ഞിരുന്നു. അല്ലെങ്കിലും ലേസാർ ഇത് തന്നെയാണല്ലോ പണി. ആഴ്ചയിൽ 2 ദിവസം അമ്പലത്തിൽ പോകും, 2 ദിവസം ആശുപത്രിയിൽ പോകും, ബാക്കി ദിവസം സൗകര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. മേഡം വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത്. നന്നായിന്നൊന്നും പ്രതീക്ഷിക്കണ്ട, പതുക്കെ പതുക്കെ പഴയപടി ആയിക്കോളും. സർ പ്ലീസ്, മിനിമം ഒരു കോമൺ സെൻസ് വേണം. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഗൗരവമുള്ള വിഷയത്തെക്കുറിച്ചാണെന്നുള്ള ബോധ്യം സാറിന് ഉണ്ടായില്ല എങ്കിൽ സങ്കടം തോന്നുക. സാറിനെ പോലുള്ളവർ അധികാര സ്ഥാനങ്ങളിൽ കസേരയിൽ ഇരിക്കുന്നത് കൊണ്ട് സാധാരണക്കാർക്ക് ഇതുപോലുള്ള കത്തുകൾ എഴുതി പരാതിപ്പെട്ടികളിൽ കൊണ്ടിടേണ്ടി വരുന്നത്. ആ ഗതികേട് ഓർത്ത് ലജ്ജിക്കൂ സർ. മറിയ, നമ്മൾ ഇപ്പൊ തന്നെ അശ്വതിയുടെ വീട്ടിലേക്ക് പോന്നു. ഉത്തമൻ സാറും കൂടെ വരണം. ഓക്കെ? ഞാനെന്തിനാ